പ്രിയമുള്ളവരെ, സൃഷ്ടികളിൽ ഏറ്റവും വലിയ ബാധ്യത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യതയാണ് നമുക്ക് മാതാപിതാക്കളോട്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോട് വലിയ ബാധ്യത ഉണ്ട്. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉണ്ടോ? അല്ലാഹ് പറയാണ്, വഖല്ലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് നിനക്ക് വിധിച്ചിട്ടുണ്ട്, നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അതിനുശേഷം അല്ലാഹ് പറയണ എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. മാത്രമല്ല സുഹൃത്തുക്കളെ, പടച്ചോന്റെ തൃപ്തി കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി വേണമെന്ന റിളല്ലാ, അള്ളാന്റെ തൃപ്തി ഫി റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസുഖ്തുല്ലാ, അള്ളാന്റെ കോപം ഫി സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ പടച്ചോന്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാന്റെ തൃപ്തി വേണം. മാത്രമല്ല, നമ്മുടെ അവസാനത്തെ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ അവസാനത്തെ കടമ്പയാണ് സിറാത്ത്. ആ സിറാത്ത് എന്ന് പറഞ്ഞാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മസില്ലത്തുൻ, വഴുവഴുപ്പുള്ളതാണ്. അതിൽ ഇരുമ്പ് കൊളുത്തുകളുണ്ട്, ഒരു വാളിന്റെ മൂർച്ചയേക്കാൾ മൂർച്ചയുണ്ട് അതിന്. അങ്ങനെയുള്ള ആ സിറാത്തിന്മേല് പ്രവേശിക്കുക മുഅ്മിനുകളും മുനാഫിക്കുകളും മാത്രമാണ്. കാഫിറും മുശ്രിക്കൊന്നും പ്രവേശിക്കൂല, അതിന്റെ മുമ്പേ അവർ നരകത്ത് പോകുന്ന. എന്നാൽ മുനാഫിക്കുകളും അതുപോലെ തന്നെ മുഅ്മിനുകളും ആ സിറാത്തിൽ പ്രവേശിക്കും. അങ്ങനെ ആ സിറാത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത്, സിറാത്തിന്റെ അങ്ങേയറ്റത്ത് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളതാണ് കുടുംബബന്ധവും അമാനത്തും. ആ കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ വിളിച്ചു പറയും കുടുംബബന്ധം എന്നാ, എന്നെ മുറിച്ചവനാണ്, അവന് സ്വർഗത്തിൽ പോകാൻ അവകാശമല്ല. അങ്ങനെ സിറാത്തിന്മേലുള്ള കൊളുത്തുകൾ കൊണ്ട് കൊളുത്തി അവനെ നരകത്തിലേക്ക് ഇടുന്ന. സുഹൃത്തുക്കൾ, ഈ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധം ഉണ്ടാകേണ്ട ആരോടറിയോ? വാപ്പാനോടും ഉമ്മാനോടാണ്. ഇന്നത്തെ ഒരു കാലഘട്ടം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്നത് വാപ്പയുമ്മയാണ്, ഉപ്പയുമ്മയുമാണ്. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പയുമ്മയുമാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും മൂലയിലിരിക്കുന്നവർ നമ്മുടെ മാതാവും പിതാവുമാണ്. ആർക്കാ സംശയമുള്ളത്? അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കാൻ, നബിയെ, ഞാൻ ഏറ്റവും നന്നായി പെരുമാറ്റം, ഏറ്റവും നല്ല സഹവാസം ആരോടാണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉമ്മുക്ക, നിന്റെ ഉമ്മാനോടാണ്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നാരോടാണ് നബിയെ? അപ്പൊ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മമൻ, പിന്നെ ആരോടാണ്? ഉമ്മുക്ക. 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്. 4ാമത്തെ പ്രാവശ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂക്ക, നിന്റെ ഉപ്പാനോടാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ 3 പ്രാവശ്യവും ഉമ്മാനോടാണ്. ഇത് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താ അറിയോ? ഒന്നാമതായി ഉമ്മുക്ക എന്ന് പറയാനുള്ള കാരണം, ആ ഉമ്മയാണ് 10 മാസം ഗർഭം ചുമക്കുന്നത്, അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മയാണ്. അതുകൊണ്ടാണ് ഉമ്മയോടാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയാനുള്ള കാരണം. 2ാമത് ഉമ്മുക്ക എന്ന് പറയാനുള്ള കാരണം, പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നത് മാതാവാണ്. കണ്ടോ? അതുകൊണ്ടാണ് ഉമ്മുക്ക എന്ന് 2ാമത് പറയാനുള്ള കാരണം. 3ാമത്തെ ഉമ്മുക്ക എന്ന് പറയാനുള്ള കാരണം, 2 വർഷത്തെ മുലകുടി പ്രായം, ആ സമയത്തുള്ള പ്രയാസങ്ങൾ സഹിക്കുന്ന ആരാണ്? ഉമ്മയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ച് 3 ബാധ്യത, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനോട് ഉണ്ട് എന്ന് എണ്ണിയതിന് ശേഷമാണ് 4ാമത്തെ വാപ്പാനോട് പറഞ്ഞത്. പക്ഷേ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവഗണന നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന ആരാ? ഉമ്മയാണ്, അല്ലേ? സുഹൃത്തുക്കളെ, എത്രത്തോളം വെച്ചാൽ മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കൾ വരെയുണ്ട്. മാതാപിതാക്കൾ ഒരു പരിഗണനയും കൊടുക്കാത്ത എത്ര മക്കളുണ്ട് അറിയോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ നോമ്പെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? എന്താണ് സുഹൃത്തുക്കളെ കാര്യമുള്ളത്? അതുകൊണ്ട് ഏറ്റവും വലിയ സ്വർഗ നരകം തീരുമാനിക്കാൻ പര്യാപ്തമായവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, അല്ലേ, അവർ മുഅ്മിനുകളല്ലെങ്കിലും, കണ്ടോ, ഈമാനുള്ള മുഅ്മിനുകളായ മനുഷ്യരല്ലെങ്കിലും മാതാപിതാക്കൾക്ക് ദുനിയാവിൽ ചെയ്തു കൊടുക്കേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കണം എന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. വസ്വാഹിബുഹുമാ ഫിദ് ദുനിയാ മഅറൂഫ, ഖുർആൻ പഠിപ്പിക്കാൻ. അവർക്ക് ഭൗതികമായി ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഇതിപ്പോ എന്താ അവസ്ഥ അറിയോ? നമ്മളെ കെട്ടിയോൾക്ക് ഒരു തലവേദന വന്നാൽ
നമ്മൾ വേഗം എടുത്തിട്ട് വാരി കൊണ്ടുപോകും, എന്നിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ് നടത്തും അല്ലേ. ഇതങ്ങനെ വിട്ടാൽ പറ്റൂല, ഒരു ചെറിയ തലവേദന എന്നല്ല, സ്കാൻ ചെയ്യണം, അത് എന്നിട്ട് കൊണ്ടുപോയിട്ട് നോക്കണം. നോക്കണ്ടെന്നല്ല, ഉമ്മാക്ക് തലവേദന എന്നാലോ വാപ്പാക്ക് തലവേദന എന്നാലോ, അത് വയസ്സൊക്കെ ആയില്ല, എങ്ങനെ ഓരോ വേദനയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പറയാം അല്ലേ. അതല്ലേ സുഹൃത്തുക്കൾ, അങ്ങനെയല്ലേ ഇപ്പോൾ വാപ്പാനിമ്മാനും കാണാം. അത് ഉമ്മാക്ക് കാൽമുട്ട് വേദനയാണ് അല്ലേ, എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഈ വേദനയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കൾ, എങ്ങനെ ഈ വേദന വന്നറിയോ? നമ്മൾ 4-5 ആളെ പ്രസവിച്ച് ഓലെ പോറ്റി വളർത്തിയോണ്ടാണ്. ഇന്നത്തെ ഈ സൗകര്യമുള്ള ഇന്ന് എന്തെല്ലാം സംവിധാനമുണ്ട്. വീട്ടിൽ കത്തിക്കാൻ ഗ്യാസ് ഉണ്ട്, അരക്കാൻ മിക്സി ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് തുടങ്ങി എല്ലാ ആധുനിക സംവിധാനമുള്ള വീട്ടിൽ നമുക്ക് 3 കുട്ടികളെ നോക്കാൻ കഴിയുണ്ടോ? അല്ലെങ്കിൽ 2 കുട്ടികളെ നോക്കാൻ കഴിയുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത വിറകടുപ്പിൽ കത്തിച്ചിട്ടേ കണ്ടോ, അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാ നമ്മളെ. ഈ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, രോഗം വരുമ്പോ നമ്മുടെ ചുമലിലേറ്റി കൊണ്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് കാൽമുട്ട് വേദന വന്നത്, അതുകൊണ്ടാണ് അവർക്ക് ശരീരവേദന വന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് വാഹനങ്ങളുടെ സൗകര്യമുണ്ട്, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ 4-5 മക്കളാ നമ്മള് അല്ലേ നമ്മളെ നോക്കിയത്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അവർക്ക് നടക്കാൻ കഴിയാതെ വന്നത്, അവരുടെ കാൽമുട്ട് വേദന വന്നത്. ഒന്ന് നമ്മളൊന്ന് ഇരുത്തി ഒന്ന് കാല് തടവി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? നമുക്കൊക്കെ രോഗം വന്നപ്പോ ആ മാതാപിതാക്കൾ അനുഭവിച്ച വേദന എത്രയാണ്? ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് തന്നെ നമുക്ക് കഴിയണില്ല മക്കളെ നോക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാതാപിതാക്കള് അവഗണിക്കപ്പെടാൻ പാടില്ല. അവരെങ്ങാനും നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ, ഹസൻ ബസീർ റഹിമഹുള്ളയോട് ചോദിക്കുകയാണ്, അല്ല മാതാപിതാക്കൾ അനുകൂലമായി പ്രാർത്ഥിച്ചാൽ എന്താണ് അതിൻ്റെ സ്വാധീനം? അദ്ദേഹം പറയുന്നത് നജാത്ത്, ഓൻ വിജയിച്ചു എന്നാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാപ്പയമ്മയുണ്ടെങ്കിലേ ഓൻ വിജയിച്ചു എന്നാണ്. എതിരാ പ്രാർത്ഥിക്കണമെങ്കിലോ ഓൻ നശിച്ചുപോയി എന്നാ, ഓൻ നശിച്ചുപോയി. സുഹൃത്തുക്കളെ, നമുക്കെതിരെ നമ്മുടെ മാതാപിതാക്കള് ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അറിയോ, ഒരു സഹാബി, ഒരു വ്യക്തി തൻ്റെ ഉമ്മാനെ ചുമലിലേറ്റിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാണ്, കഅബ തവാഫ് ചെയ്യാണ്, ഉമ്മാനെ ചുമലിലേറ്റിയിട്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യത നിർവഹിച്ചവനായില്ലേ? കാരണം ചുമലിലേറ്റിയിട്ടാണ് തവാഫ് ചെയ്യണത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല, വലാ ബിസഫ്രത്തിൻ വാഹിദ, ഒരു നിനക്ക് വേണ്ടി നിന്റെ മാതാവ് അനുഭവിച്ച ഒരു നെടുവീർപ്പിന് പോലും ഇത് പരിഹാരമല്ല എന്ന്. അത്രയും വലിയ ബാധ്യതയും ഉത്തരവാദിത്വം നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും ഉണ്ട് അല്ലേ. നമ്മളെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ടൂറിന് പോകും, ഉമ്മാനോട് ചോദിക്കോ വാപ്പാനോട് ചോദിക്കോ? വെറുതെ ഒരു ചോദ്യം, അതൊന്നുമില്ല അല്ലേ. മാത്രല്ല സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, അവരോട് നിങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം പോലും പറയരുതാ. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. കണ്ടോ, അവരോട് ചേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒന്നും മുഖത്തെ ഭാവപ്രകടനം പോലും ഉണ്ടാകാൻ പാടില്ല എന്നാ. നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വെറുപ്പുണ്ടാകുന്ന ഒരു ഭാവപ്രകടനം പോലും നമ്മുടെ മുഖത്തുണ്ടാകാൻ പാടില്ല. കണ്ടോ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ആരാ പറയണത്? പടച്ചോനാണ് സുഹൃത്തുക്കളെ, പടച്ചോനാ പറയണത്. കണ്ടോ, വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായി നീ നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കണം. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. കണ്ടോ, എത്ര പരിഗണന നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ നൽകണം എന്നറിയോ? അങ്ങനെയുള്ള നമ്മളാണ് നമ്മുടെ മാതാപിതാക്കളെ അവഗണിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മുഅ്മിനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, 5 നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലുതായാലും എത്ര പൈസ ഉള്ളവരായാലും ആ മാതാവിൻ്റെ രക്തമാണ്, ആ മാതാവിൻ്റെ നീരാണ് നമുക്ക് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം നൽകിയത്. ആ ഓർമ്മ ഉണ്ടാകണം. നമ്മൾ എത്ര വലുതായാൽ ആ മാതാവിൻ്റെ ശരീരത്തിൽ ഉണ്ടായ നീര്, അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തരായത്. ആ മാതാവിൻ്റെ മുലപ്പാലാണ്
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി നൽകിയത്. ആ ഓർമ്മ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഉമ്മാനെ ചേർത്ത് പിടിക്കണം. ഉമ്മാക്ക് രോഗം വരുമ്പോൾ നമ്മൾ പരിഗണിക്കണം, പരിചരിക്കണം. അവർ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, സമാധാനത്തിൻ്റെ വാക്ക് പറയണം. അവർക്ക് വയസ്സാകുമ്പോൾ കൂടുതൽ അവർ കണ്ണ് വേണ്ട പോലെ കാണൂല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചിലപ്പം കേൾക്കൂല. 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ ഒരു നിലക്കും നമ്മൾ അവഗണിക്കാൻ പാടില്ല. തള്ള, തന്ത അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കാൻ പര്യാപ്തരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും ഏറ്റവും നന്നായി പെരുമാറുന്ന, ഏറ്റവും നന്നായി അവരുമായി സഹവാസം ഉണ്ടാക്കുന്ന മുത്തഖീങ്ങളായ ആളുകളായി നമ്മൾ മാറണം. ദീന് എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത്. അതുകൊണ്ട് നന്മയുടെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകചര്യ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.